ഇനി അടുത്തത് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയർ ആണ്. എ സിമ്പിൾ കണക്റ്റഡ് ഗ്രാഫ് ജി കണ്ടെയ്ൻസ് കെ പെയർവൈസ് എഡ്ജ് ഡിസ്ജോയിന്റ് സ്പാനിങ് ട്രീസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. എന്താ മീനിങ്? ഒരു സിമ്പിൾ കണക്റ്റഡ് ഗ്രാഫ് ഉണ്ട്. ജി എന്ന് പറയുന്നത് സിമ്പിൾ കണക്റ്റഡ് ഗ്രാഫ് ആണ്. അതായത് പാരലൽ എഡ്ജ് ഇല്ല, ലൂപ്പ് ഇല്ല, ഒന്നുമില്ല. കണ്ടെയ്ൻസ് കെ പെയർവൈസ് എഡ്ജ് ഡിസ്ജോയിന്റ് സ്പാനിങ് ട്രീസ്. അതെന്താണ്? കെ ഒരു എക്സാമ്പിൾ കെ ഈക്വൽ ടു 5 ആണെന്ന് നോക്കുക. അതായത് കെ ഈക്വൽ ടു ഒരു 5 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 5 എണ്ണം എന്തുണ്ട്? പെയർ വൈസ് എഡ്ജ് ഡിസ്ജോയിന്റ് സ്പാനിങ് ട്രീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്ജ് സെയിം അല്ലാത്ത 5 സ്പാനിങ് ട്രീ എങ്കിലും ആ ഗ്രാഫിൽ ഉണ്ട് എന്നാണ്. അപ്പൊ അത് അങ്ങനെ 5 പോലെ എത്ര ഉണ്ട്? കെ നമ്പർ ഓഫ് പെയർ വൈസ് എഡ്ജ് ഡിസ്ജോയിന്റ് സ്പാനിങ് ട്രീസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഒരു സിമ്പിൾ ഗ്രാഫിൽ കെ നമ്പർ ഓഫ് പെയർ വൈസ് എഡ്ജ് ഡിസ്ജോയിന്റ് സ്പാനിങ് ട്രീസ് ഉണ്ട്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. എന്താണ്? ഫോർ ഈച്ച് പാർട്ടീഷൻ പി ഓഫ് വി ഓഫ് ജി ഇൻടു പി പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാർട്ടീഷൻ ആണ്. ഏതിന്റെ പാർട്ടീഷൻ ആണ്? വി ഓഫ് ജി. അതായത് വെർട്ടെക്സുകളുടെ പാർട്ടീഷൻ. സപ്പോസ് എന്താണ്? വെർട്ടെക്സുകൾ ഉണ്ട് നോക്കുക. V1, V2, V3 എക്സെട്ര Vn വെർട്ടിസസുകൾ ഉണ്ട്. അതിന് നമ്മൾ ഓരോ പാർട്ടീഷൻ ആക്കിയിട്ട് മാറ്റുക. ക്യാപിറ്റൽ V1 ചിലപ്പോൾ ഇതിലൊരു 10 വെർട്ടെക്സുകൾ ഉണ്ടാവും. ക്യാപിറ്റൽ V2 ഇതിലൊരു 5 വെർട്ടെക്സുകൾ ഉണ്ടാവാം എക്സെട്ര. ക്യാപിറ്റൽ VP പി നമ്പർ ഓഫ് പാർട്സ് ആക്കിയിട്ട് മാറ്റുക. പി ഇങ്ങനെ ഒരു പാർട്ടീഷൻ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇഫ് ആൻഡ് ഓൺലി ഫോർ ഈച്ച് പാർട്ടീഷൻ, ഇതിൽ ഓരോ പാർട്ടീഷനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്ത്? പി. ഇതൊരു പി ആവാം, ഇത് വേറൊരു പി ആവാം, ഇത് വേറൊരു പി ആവാം. അങ്ങനെ ഈ നൊട്ടേഷൻ മാത്രമാണ് എന്ത്? പി. ഇങ്ങനെയുള്ള എത്ര പികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്മോൾ പി പാർട്സ് ഉണ്ട്. സ്മോൾ പിയും ഈ ഒരു സ്ക്രിപ്റ്റ് പിയും കൂടെ മാറിപ്പോണ്ട. സ്ക്രിപ്റ്റ് പി എന്നുള്ളത് ഇതിൽ ഓരോ പാർട്ടീഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. സ്മോൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടീഷൻ ആണ്. അപ്പൊ ഫോർ ഈച്ച് പാർട്ടീഷൻ ക്യാപിറ്റൽ പി അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് പി, അതായത് ഓരോ പാർട്ടീഷൻ ഓഫ് വി ഓഫ് ജി ഇൻടു പി പാർട്സ്. കാരണം ഈ വി ഓഫ് ജിനെ പി പാർട്സ് ആക്കുന്ന ഓരോ പാർട്ടീഷനിലും ദ നമ്പർ എം ഓഫ് പി, അതായത് ഈ പി എന്ന് പറയുന്ന പാർട്ടീഷന്റെ എഡ്ജസ് ഓഫ് ജി ജോയിനിങ് ഡിസ്റ്റിങ്ക്ട് പാർട്സ് ഈസ് അറ്റ്ലീസ്റ്റ് കെ ഇൻടു പി മൈനസ് 1. അതായത് മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫസ്റ്റ് പാർട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. A simple connected graph G contains k pairwise edge disjoint spanning trees. If and only if for each partition P of V of G into P parts, the number M of G of edges of G joining distinct parts is at least k into P minus 1. അതായത് ഈ ഒരു പാർട്ടീഷൻസ് ഉണ്ടല്ലോ, V1, V2 എക്സെട്ര VP, ഇത് നമ്മൾ എന്താണ് പാർട്ടീഷൻ ചെയ്യുന്നത്? അതിന്റെ വെർട്ടെക്സുകളാണ് പാർട്ടീഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ വെർട്ടെക്സുകൾ ജി എന്ന് പറയുന്നത് കണക്റ്റഡ് ഗ്രാഫ് ആണല്ലോ. ഈ പാർട്ടീഷൻ ചെയ്ത വെർട്ടെക്സുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന, കാരണം ജി കണക്റ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തു കഴിഞ്ഞാലും ഇത് കണക്ട് ചെയ്യുന്ന എഡ്ജുകൾ വേണം. ഈ V1 ഉം V2 തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് ഉണ്ടാവുമല്ലോ. അതായത് V1 എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് വെർട്ടിസസുകൾ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ 2, 3, 4 എന്ന് പറയുന്ന വെർട്ടിസസുകൾ ഉണ്ടാവും. V2 എന്ന് പറയുന്ന സെറ്റ് ഓഫ് വെർട്ടിസസുകൾ ഉണ്ടാവും. ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറമെ ഗ്രാഫ് കണക്ട് ആയതുകൊണ്ട് എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ടും കണക്ഷൻസ് ഉണ്ടാവാം. അങ്ങനെ മിനിമം എത്ര സെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ V1, V2 എക്സെട്ര VP ഉണ്ട്. അപ്പൊ ഇത് കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. മിനിമം ഇത് VP എന്ന് പറഞ്ഞാൽ 4 സെറ്റ് എടുത്തൊന്ന് വെക്കുക. ഒരു 25 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് ഉണ്ട്. ആ 25 വെർട്ടെക്സ് ഉള്ള ഗ്രാഫിനെ നമ്മൾ 4 സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഓരോ ഇതിലും ഈ എല്ലാ 4 സെറ്റിലും കൂടെ കൂടിക്കഴിഞ്ഞാൽ 25 വെർട്ടിസസുകൾ ഉണ്ട്. അപ്പൊ ഇത് കണക്റ്റഡ് ആയതുകൊണ്ട് എന്താണ്? ഈ ഗ്രൂപ്പിലും വെർട്ടെക്സുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന മിനിമം ഒരു എഡ്ജ് എങ്കിലും ഉണ്ടാവും. അതുപോലെ ഈ ഒരു വെർട്ടെക്സ് ഗ്രൂപ്പും കണക്ട് ചെയ്യുന്ന മിനിമം ഒരു എഡ്ജ് എങ്കിലും ഉണ്ടാവും. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മിനിമം ഒരു എഡ്ജ് എങ്കിലും. അപ്പൊ മിനിമം എന്ത് വേണം? 3 എഡ്ജുകളെങ്കിലും ഉണ്ടാവും അല്ലെ? അപ്പൊ മിനിമം എന്താണ്? 3 എഡ്ജുകളെങ്കിലും ഉണ്ടാവും എന്നാ പറയുന്നത്. ആ 3 എഡ്ജുകളാണ് P-1. ശരിയല്ലേ? അപ്പൊ ഇങ്ങനത്തെ എത്ര P-1 അങ്ങനത്തെ എത്ര ഉണ്ടാവുന്ന പറഞ്ഞാൽ മിനിമം അറ്റ്ലീസ്റ്റ് K ഇൻറ്റു P-1. ഈ K എന്താണ്? എത്ര നമ്മൾ പാർട്ടീഷൻ ചെയ്തോ അത്രയും എണ്ണം ഉണ്ടാവുന്ന പറയുന്നത്. കാരണം നമ്മൾ സ്പാനിങ് ട്രീസിന്റെ വെച്ചിട്ടാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം. എ സിമ്പിൾ കണക്റ്റഡ് ഗ്രാഫ് G കണ്ടെയ്ൻസ് K പെയർവൈസ് എഡ്ജ് ഡിസ്ജോയിന്റ് സ്പാനിങ് ട്രീസ്. എഡ്ജ് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള എത്ര സ്പാനിങ് ട്രീകൾ ഉണ്ട്? K എണ്ണം ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ഈ K സ്പാനിങ് ട്രീസിനും എന്തില്ല? എഡ്ജുകൾ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല.
അങ്ങനത്തെ k എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എപ്പോഴാണ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? ഫോർ ഈച്ച് പാർട്ടീഷൻ p ഓഫ് v of g into p parts, ഈ v of g നെ p parts ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ എഡ്ജുകൾ ഉണ്ടല്ലോ m of p of edges of g joining distinct parts അല്ലെ, ഈ ഒരു സാധനം ഈ ഒരു ഡിസ്റ്റിങ്ക്റ്റ് പാർട്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് എന്തുണ്ടാവും? അറ്റ്ലീസ്റ്റ് k into p minus 1 ഉണ്ടാവുന്ന പറയും. കാരണം ഈ എഡ്ജുകൾ ജോയിൻ ചെയ്യണമെങ്കിൽ തന്നെ p minus 1 എണ്ണം വേണം. അങ്ങനത്തെ നമുക്ക് ഈ ഒരു മൊത്തത്തിലുള്ള ഗ്രാഫിൽ k എഡ്ജ് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള എന്തുണ്ട്? സ്പാനിങ് ട്രീസും ഉണ്ട്. അപ്പൊ k ടൈംസ് p minus 1 ഉണ്ടെങ്കിൽ നമുക്ക് എന്തേ ഉള്ളൂ? ഈ ഒരു സാധനം തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്യുന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത് തിരിച്ചും ട്രൂ ആണ്. അതായത് k into p minus 1 ഇങ്ങനെ ഒരു പാർട്ടീഷൻ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്താണ്? അതിൽ k പെയർ വൈസ് എഡ്ജ് ഡിസ്ജോയിന്റ് സ്പാനിങ് ട്രീസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതിന്റെ പ്രൂഫ് നമ്മൾ എന്താ ചെയ്യുന്നത്? സപ്പോസ് g ഹാസ് k പെയർ വൈസ് എഡ്ജ് ഡിസ്ജോയിന്റ് സ്പാനിങ് ട്രീസ്. ഇത് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. k പെയർ വൈസ് ആയിട്ടുള്ള എഡ്ജ് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സ്പാനിങ് ട്രീസ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ അസംഷൻ ആണ്. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? k into p minus 1 ഉള്ള അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും k into p minus 1 എങ്കിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ലെറ്റ് t be one of them. എന്തില്? ഈ k പെയർ വൈസ് എഡ്ജ് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സ്പാനിങ് ട്രീയിലെ ഒരു സ്പാനിങ് ട്രീ ആണ് t എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്യാപിറ്റൽ P എന്ന് പറഞ്ഞ സാധനം എന്താ? എഡ്ജ് p പാർട്സ് ആയിട്ട് നമ്മൾ ആ വെർട്ടിസസിനെ ഡിവൈഡ് ചെയ്യാണ്. അതിന് നമ്മൾ എന്ത് വെച്ചു? ക്യാപിറ്റൽ V1, ക്യാപിറ്റൽ V2 എക്സെട്ര Vp ഈസ് ദ പാർട്ടീഷൻ ഓഫ് V of g into p പാർട്സ് ആണെന്നുള്ളത് അസ്യൂം ചെയ്തു. ഈ നൊട്ടേഷൻ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ then the identification of each part Vi into a single vertex Vi, അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു V1 എന്ന് പറയുന്ന മൊത്തം ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സ്മോൾ V1 എന്നുള്ള ഒരു വെർട്ടെക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ V2 എന്ന് പറയുന്ന മൊത്തം ഗ്രൂപ്പിൽ അതിൽ ഒന്ന് കൂടുതൽ വെർട്ടിസസുകൾ ഉണ്ടാവും. അതിനൊരു സ്മോൾ V2 എന്ന് പറയുന്ന വെർട്ടെക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം. അങ്ങനെ അപ്പൊ എന്തുണ്ടാവും? സ്മോൾ V1, സ്മോൾ V2 എക്സെട്ര സ്മോൾ Vp. ഈ ഓരോ ഗ്രൂപ്പിനെയും ഒരു സിംഗിൾ വെർട്ടെക്സ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് റിസൾട്ട് ഉണ്ടാവും? റിസൾട്ട്സ് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് G0 on V1, V2 എക്സെട്ര Vp. അപ്പൊ ഈ V1, V2 എക്സെട്ര Vp എന്ന് പറയുന്ന ഈ ചെറിയ ഈ V1, V2, Vp എന്താണ്? ഇത് ഓരോ V1, V2, Vp നമ്മളൊരു ഗ്രൂപ്പിനെ മൊത്തം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിംഗിൾ വെർട്ടെക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു V1, V2, Vp കണക്ട് ചെയ്യുന്ന ഒരു G0 എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ടാവും. ഈ G0 എന്ത് കണ്ടെയ്ൻ ചെയ്യും? G0 കണ്ടെയ്ൻസ് എ സ്പാനിങ് ട്രീ വിത്ത് p minus 1 എഡ്ജസ്. കാരണം എന്താ? p വെർട്ടിസസുകൾ ഉണ്ട്. അപ്പൊ അതിന്റെ സ്പാനിങ് ട്രീ എന്ത് കൺസിഡർ ചെയ്യും? p minus 1 എഡ്ജസ് ആണ് ഉണ്ടാവുക അല്ലെ? ഇതിലെ ഓരോ എഡ്ജ് എവിടെ ഉണ്ടാവും? ആൻഡ് ഈച്ച് സച്ച് എഡ്ജസ് ബിലോങ് ടു t. കാരണം എന്താ? t എന്താണ്? tb1 ഒരു സ്പാനിങ് ട്രീ ആണ്. അപ്പൊ ഇതിലെ ഓരോ എഡ്ജ് എവിടെ ഉണ്ടാവും? t-യിൽ ഉണ്ടാവും. ആൻഡ് ജോയിൻ ഡിസ്റ്റിങ്ക്റ്റ് പാർട്ടേറ്റ് സെറ്റ്സ് ഓഫ് p അല്ലെ? ഈ p നമ്മൾ എന്താണ് ഈ എങ്ങനെയാണ് ഈ സാധനം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത്? ഈ V1, V2 എക്സെട്ര Vp എന്ന് പറയുന്നത് എന്താണ്? ഓരോ സെറ്റുകളായിരുന്നു, വെർട്ടെക്സുകളുടെ സെറ്റുകളാണ്. ഈ മൊത്തം V1നെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സെറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് കൺസിഡർ ഒരു വെർട്ടെക്സ് ആയിട്ടാണ് സ്മോൾ V1 കൺസിഡർ ചെയ്തത്. അതുപോലെ മൊത്തം V2നെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ചെറിയ വെർട്ടെക്സ് ആയിട്ടാണ് നമ്മൾ സ്മോൾ V2 റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ എന്തുണ്ടാവും? ഈ G0 ഇങ്ങനെ ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫ് G0 കണ്ടെയ്ൻസ് എ സ്പാനിങ് ട്രീ വിത്ത് p minus 1 എഡ്ജസ്. ഇതെന്തുണ്ടാവും? ഈ V1 നിന്ന് V2ലേക്ക് ഒരു എഡ്ജ് ഉണ്ടാവും. എല്ലാത്തിലേക്കും ഓരോ മിനിമം ഒരു എഡ്ജ് എങ്കിലും ഉണ്ടാവുമല്ലോ, ഒരു എഡ്ജ് ഉണ്ടാവും. ആ എഡ്ജുകളൊക്കെ ശരിക്കും എന്താണ്? ഈ V എന്ന് പറയുന്ന മൊത്തം വെർട്ടെക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വെർട്ടെക്സിൽ നിന്ന് V2 എന്ന് പറയുന്ന മൊത്തം വെർട്ടെക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേറൊരു വെർട്ടെക്സിലുള്ള ഒരു എഡ്ജാണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഈ ഓരോ p minus 1 എഡ്ജസും ശരിക്കും എന്തിൽ എലമെന്റ് ആവും അല്ലെ? ആൻഡ് ഈച്ച് സച്ച് എഡ്ജസ് ബിലോങ്സ് ടു t. കാരണം എന്താ? ഈ ഒരു V1നെയും V2നെയും കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജാണ് എന്ത്? ഈ ഇവിടെയുള്ള p minus 1 എഡ്ജിലെ ഒരു എഡ്ജ്. അതുപോലെ തന്നെ V2നെയും V3നെയും കണക്ട് ചെയ്യുന്ന എഡ്ജുകൾ. അങ്ങനെ ഈ ഒരു പാർട്ടീഷനെ കണക്ട് ചെയ്യുന്ന എഡ്ജുകൾ ആയതുകൊണ്ട് അത് എവിടെ ഉണ്ടാവും? മൊത്തത്തിലുള്ള G എന്ന് പറയുന്ന സ്പാനിങ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാലും അതിൽ സ്പാനിങ് ട്രീ ആയിട്ടുണ്ടാവും. അതാണ് ഈ പറയുന്നത്. And each such edges belong to T and join distinct parted sets of P. അങ്ങനെ എന്താ? This is true for each of the k edge disjoint spanning trees of G. അങ്ങനെയുള്ള k ഡിഫറെന്റ് ആയിട്ടുള്ള എഡ്ജ് ഡിസ്ജോയിന്റ് സ്പാനിങ് ട്രീസിന് എന്ത് ബാധകമാണ്? ഈ ഒരു സാധനം ബാധകമാണ്. കാരണം എന്താ? ഈ ഓരോ ഡിസ്ജോയിന്റ് ഇത് വന്നു കഴിഞ്ഞാലും അതിനനുസരിച്ച് എന്തുണ്ട്? k എഡ്ജ് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സ്പാനിങ് ട്രീസും ഇത് പരസ്പരം കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു എഡ്ജ് എല്ലാത്തിലും ഉണ്ടാവും. അപ്പൊ അതിന്റെ മീനിങ് എന്താ? The number of edges joining distinct part of P is at least k into
b-1 ഇത്രയെങ്കിലും മിനിമം എഡ്ജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഡിസ്റ്റോയിന്റ് ആയിട്ടുള്ള അങ്ങനത്തെ പാർട്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളത് കിട്ടും. ഇനി ഇതിന്റെ റിവേഴ്സ് പാർട്ട് ഉണ്ട്. അതിന്റെ റിവേഴ്സ് പാർട്ട് കോംപ്ലിക്കേറ്റഡ് ആയതും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് പ്രൊജക്ട് ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണമെങ്കിൽ അത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്.